ശ്രീ നീലകണ്ഠൻ, അങ്ങേക്ക് 6 മിനിറ്റ് സംസാരിക്കാം. സർ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഈ 16ാം കേരള നിയമസഭയിൽ ഒരംഗമാകാനും പ്രസംഗിക്കാനുമുള്ള അവസരം നൽകിയ പാർട്ടിയോടും UDF-നോടും ഉദുമ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും എന്നെ വിജയിപ്പിച്ച നല്ലവരായ വോട്ടർമാരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സർ, കേരളം ഇന്ന് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. നിലവിലുള്ള ബാധ്യതകളുടെ സാമ്പത്തിക ഞെരുക്കവും പൊതുധനകാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട്. അവിടെയാണ് ലക്ഷ്യബോധം നിറഞ്ഞ ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. സാർ, അതിവേഗ റെയിൽപാതയിൽ കൂടി അതിവേഗം സഞ്ചരിച്ച് കേരളത്തിലേക്ക് എത്താനുള്ള കേരള ജനതയുടെ സ്വപ്നങ്ങൾക്ക് കരുത്ത് പകരുന്ന ധീരമായ ചുവടുവയ്പ്പാണ് ഈ സഭയിൽ അവതരിപ്പിച്ച പുതിയ ബഡ്ജറ്റ്. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ ആധുനികവും ശാസ്ത്രീയവുമായ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പ്രതിഫലമാണ് സാർ ഈ ബഡ്ജറ്റ്. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് മുഴുവൻ വായിച്ചു തീർന്നപ്പോൾ കേരളം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് മുഖ്യമന്ത്രിയുടെ ഈ ധനകാര്യ വൈദഗ്ധ്യത്തിന് മുന്നിലാണ്. സാർ, കടം വാങ്ങി കടക്കണിയിൽ ആയി പോകാറായ ഒരു ഖജനാവിനെ അഭിമാനത്തോടെ തുറന്നു വയ്ക്കാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്നതാണ് സാർ ഈ ബഡ്ജറ്റ്. സാർ, ഭാവി കേരളം എന്താകണമെന്നും എങ്ങനെയാകണമെന്നും വരച്ചു വയ്ക്കുന്നതാണ് ഈ ബഡ്ജറ്റ്. പഴകി തഴമ്പിച്ച മുദ്രാവാക്യങ്ങളുടെ പിറകെ നടന്ന് നമ്മുടെ 10 വർഷമാണ് സാർ നഷ്ടമായത്. ദൂരത്തിൻ്റെ അന്ത്യമാണ് സാർ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തിരിച്ചറിയുന്ന ഒരു പുതുയുഗമാണ് മെയ് 4-ാം തീയതി പിറന്നത്. സാർ, ബേക്കൽ എന്ന ലോകമറിയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള മണ്ഡലമാണ് എൻ്റെ മണ്ഡലം. അറബിക്കടലിന് അഭിമുഖമായി തലയുയർത്തി നിൽക്കുന്ന ബേക്കൽ കോട്ട ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ്. സാർ, കടലുമായും കടലോരവുമായും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ അത് ഉദുമയിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളിൽ ഉണ്ടാക്കിയ സന്തോഷം പറഞ്ഞറിയിക്കാത്തതാണ്. സാർ, വിഷൻ സമുദ്ര പദ്ധതി തികച്ചും ഭാവനാസമ്പന്നവും നൂതനവുമാണ്. സാർ, ജലഗതാഗതത്തിന് സാധ്യത ഉപയോഗപ്പെടുത്തുമെന്ന് ബഡ്ജറ്റ് പറയുന്നു. കോവളം ബേക്കൽ ജലപാത യാഥാർത്ഥ്യമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാർ, എൻഡോസൾഫൻ ബാധിതരുടെ ദുരിതം എന്നും കാണുന്നവരാണ് സാർ ഞങ്ങൾ. ദുരിതം അനുഭവിക്കുന്ന എൻഡോസൾഫൻ ബാധിത കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം ബഡ്ജറ്റിന്റെ മാനുഷിക മുഖമാണ് സാർ കാണിക്കുന്നത്. അതോടൊപ്പം കാസർഗോഡ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുമെന്ന ചിരകാല സ്വപ്നം പൂർത്തിയാക്കുമെന്ന സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ്. സാർ, നാട്ടിലെ സ്ത്രീകളൊക്കെ വലിയ ആവേശത്തിലാണ്. അവർ കൂട്ടത്തോടെ യാത്ര ചെയ്യുകയാണ്. സ്ത്രീ സൗഹൃദമാണ് ഈ ബഡ്ജറ്റ്. സാർ, കല്യോട്ട് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മണ്ണിനാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊലപാതകം സംരക്ഷിക്കുന്ന ഭരണകൂടമാണ് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത്. സംസ്ഥാന ഖജനാവിൽ നിന്ന് പോലും കൊലപാതകരെ സംരക്ഷിക്കാൻ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിയാണ് കോടികൾ ചെലവഴിച്ചത്. സാർ, 1.3% തുക മാത്രം മൂലധന ചെലവിന് ലഭിക്കുന്ന ഒരു സംസ്ഥാനം. 77.6% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയവയ്ക്ക് ചെലവായി പോകുന്ന സംസ്ഥാനം. എങ്കിലും ഈ സംസ്ഥാന ഖജനാവിന്റെ ഉണർത്തുപാട്ടാക്കും സാർ ഈ ബഡ്ജറ്റ്. നാട്ടിലെ കളിക്കളം മുതൽ വിദ്യാലയങ്ങൾ വരെ, നാട്ടിൻപുറത്തെ സാധാരണ തൊഴിൽശാല മുതൽ ഉന്നത കേന്ദ്രങ്ങൾ വരെ നീളുന്ന മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറുക്കാനുള്ള ഓപ്പറേഷൻ തൂഫാൻ അക്ഷരാർത്ഥത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. സാർ, ഏത് നിയമവിരുദ്ധ പ്രവർത്തനത്തെയും അടിച്ചമർത്താനുള്ള കരുത്തും ഇച്ഛാശക്തിയുമുണ്ട് സാർ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക്. ഏത് ഗൂഢകേന്ദ്രങ്ങളിലും കയറി മയക്കുമരുന്ന് മാഫിയെ തകർക്കുമെന്ന പ്രഖ്യാപനം കേരളത്തിന് ആശ്വാസമാണ്. മയക്കുമരുന്ന് മാഫിയെ തകർന്നു കഴിയുമ്പോൾ നാട്ടിലെ നാനാവിഭാഗം ജനങ്ങളും അവരുടെ പ്രാർത്ഥനയിൽ ഈ സർക്കാരിനെ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. സാർ, ആധുനിക മയക്കുമരുന്നുകൾ തിരിച്ചറിയാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാവാറുണ്ട്. അത് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ ആധുനിക ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കുമെന്ന പ്രൊജക്ട് പ്രശംസനീയമാണ്. സാർ, കാസർഗോഡ് മലയോര മേഖല പ്രധാന കൃഷികളൊന്നായ റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചത് ആശ്വാസമാണ്. കാസർഗോഡ് മറ്റൊരു പ്രധാന കൃഷിയാണ് സാർ അടയ്ക്ക. വ്യാപകമായ ഇലപ്പുള്ളി രോഗവും മറ്റു രോഗങ്ങൾ കാരണം കർഷകരെ കഷ്ടത്തിലാണ്. സാർ, അവർക്കും ആശ്വാസം കിട്ടാനുള്ള പദ്ധതി ഉണ്ടാകേണ്ടതാണ്. സാർ, യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ഏറ്റവും താഴെ പ്രവർത്തിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് സാർ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു. അംഗൻവാടി വർക്കർമാരുടെ ഹെൽപ്പർമാരുടെയും വേതനം വർദ്ധിപ്പിച്ചു. പ്രീ പ്രൈമറി വിദ്യാലയ മേഖലയിൽ അധ്യാപകരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിച്ചു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പാചക തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാർ ബഡ്ജറ്റിലെ എല്ലാ ആശയങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.